ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു അടിപൊളി ക്രീമി ബീഫ് സമൂസൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്ക് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ അടിപൊളി ആയിട്ടാണ്. ഒരു മത്തൊന്നും ഇല്ലാതെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നൊരു ടേസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: ബട്ടർ, ഒരു 2 സവാള കൊത്തി അരിഞ്ഞെടുത്തത്, പിന്നെ ഗാർലിക്ക് കുറച്ച് ചോപ്പ് ചെയ്തെടുത്തത്, 1 ടീസ്പൂണ് ഗ്രീൻ ചില്ലി പേസ്റ്റ്, കൊറിയാണ്ടർ ലീഫ്, പിന്നെ നമ്മളെ സമൂസ ഷീറ്റും. പിന്നെ ബീഫ് ഞാൻ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അത് ഉപ്പ് മാത്രം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കൊരു പാൻ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ബട്ടർ, ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് ഗാർലിക്ക് ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ 3 സവാള ചെറുതായി കൊത്തിയരിഞ്ഞതാണ്. ഇത് ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് ജസ്റ്റ് വഴറ്റാൻ വെക്കുക, ഒന്ന് അടച്ച് വെക്കുക. ചെറുതായിട്ട് കൊത്തിയരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് വഴണ്ട് കിട്ടുകയും ചെയ്യും. ആ ബട്ടറിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് നമുക്ക് ആ സവാളയിൽ ടേസ്റ്റ് ചെയ്യാനും പറ്റും. ആ ഒരു അടപ്പ് തുറക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് ബട്ടറിൻ്റെ. അപ്പോൾ ഇനി കുറച്ചൊന്ന് വഴണ്ട് കഴിഞ്ഞാൽ അതിലേക്ക് പച്ചമുളക്, പേസ്റ്റാക്കി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ്, ഷ്രെഡ് ചെയ്ത് വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. ഞാൻ ബീഫ് കുറച്ച് നല്ലോണം എടുത്തിട്ടുണ്ട്. 2 സവാള കുത്തി അരിഞ്ഞതിനേക്കാൾ കൂടുതൽ ബീഫുണ്ട്. ഒരു 1/4 കിലോ 300-400 ഗ്രാം ബീഫ് വരുന്നുണ്ട് ഇത്. അപ്പോൾ അത് നല്ലോണം കടിക്കാൻ കിട്ടിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രീൻ ചില്ലിൻ്റെ ടേസ്റ്റ് കൂടാണ്ട് കുറച്ചൊന്ന് കുരുമുളകിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് എന്നാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതുകൂടാണ്ട് കുറച്ചൊരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത്, വറുത്ത് പൊടിച്ചതാണ്. അതും 2 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. മൈദപ്പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ നമ്മളെ ഫില്ലിങ്സിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് പാലും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കുക. ഇതൊന്ന് ടൈറ്റായി വരുമ്പോൾ നമ്മളെ മസാലയിൽ മൊത്തത്തിലൊന്ന് ഇത് പിടിച്ച് വരുമ്പോൾ നല്ലൊരു ക്രീമി ആയിട്ട് വരും. നമ്മളെ ചീസെല്ലാം ആഡ് ചെയ്തിട്ടാകുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഒരു വെലിഞ്ഞ് കിട്ടുന്നൊരു ആ ഒരു ടെക്സ്ചറിലാണ് നമ്മളെ മസാല ഉണ്ടാവുക. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഇവിടെ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായിന്. പൊതുവേ ഫസലുകാർക്കൊന്നും സമൂസ ഇഷ്ടമില്ലാത്തതാണ്, പക്ഷേ ഇത് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞത്, നല്ലോണം കഴിച്ചിട്ടുണ്ടായിന് എല്ലാവരും. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് ലാസ്റ്റ് അവസാനം നമുക്ക് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കണ്ടില്ല, നമ്മളെ മസാല നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെയാണ് കഴിക്കാനും. നല്ല ബട്ടറിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം വന്നിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫില്ല് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ സമൂസ ഫില്ല് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു ഡൗട്ടാണ്, എങ്ങോട്ടേക്ക് ഇത് ഫോൾഡ് ചെയ്യണം എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എപ്പോഴും വരും. അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. പക്ഷെ 1-2 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊന്ന് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ഇപ്പോൾ 2 എണ്ണം ചെയ്ത് നോക്കിയിട്ടുണ്ടായിന്. അപ്പോൾ അതിന് ശേഷം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ സമൂസയും നമുക്ക് ഇതുപോലെ തന്നെ ഫില്ല് ചെയ്തിട്ട് ഒന്ന് ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അങ്ങനെ നമ്മളെ സമൂസകളെല്ലാം ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. തീ ശ്രദ്ധിക്കണം, ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പെട്ടെന്ന് കരിഞ്ഞു പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ആക്കി നോക്കുക കേട്ടോ. നമ്മൾ നോർമൽ സമൂസ കഴിച്ച് മടുത്തിട്ടുണ്ടാവും. സമൂസ ലീഫിൽ ഇപ്പോൾ റംസാൻ സമയമായതുകൊണ്ട് എല്ലാവരുടെ ഫ്രിഡ്ജിലും സ്റ്റോക്കും ഉണ്ടാവും. അപ്പോൾ നോർമൽ സമൂസ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫില്ലിങ്ങിൽ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റാണ്. നമുക്ക് മടുപ്പ് വരാണ്ട് കഴിക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കിയിട്ട്
അഭിപ്രായം കമൻറ്റിൽ അറിയിക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടിൽ ദെൻ ബൈ ബൈ.